ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയമസഭയ്ക്കകത്ത് ചില പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഉണ്ട്. നിയമസഭയ്ക്കുള്ളിലെ പ്രിവിലേജ് വെച്ചുകൊണ്ട് എന്ത് ആക്രമണം അഴിച്ചുകൂടുക എന്നുള്ളത് ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അവിടെ നിയമസഭാ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ കയ്യേറ്റം നടത്തുകയും ചീഫ് മാർഷലെ അദ്ദേഹത്തിന് ദേഹത്ത് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ നിയമസഭാംഗങ്ങൾക്കെതിരെ ഉള്ള നടപടി സ്വാഭാവികമാണ്. അത് അങ്ങനെ എടുത്തേ പറ്റുള്ളൂ. 3 MLA-മാരെ സസ്പെൻഡ് ചെയ്തു. ആദ്യമായിട്ടല്ല കേരള നിയമസഭയിൽ MLA-മാരെ സസ്പെൻഡ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് പലതവണ നിയമസഭയിൽ MLA-മാരെ സസ്പെൻഷനിലേക്ക് നിർത്തിയിട്ടുണ്ട്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അത്ര നടപടികളിലേക്ക് പോയിട്ടില്ല. കാരണം വെച്ചാൽ വളരെ ശാന്തമായ രീതിയിൽ നിയമസഭ കൊണ്ടുപോകാനായിട്ട് സ്പീക്കർമാർ കിണഞ്ഞ് ശ്രമിക്കുമ്പോൾ അത് മുൻകാലത്ത് ഇങ്ങനെ ഒരു അനുഭവം ഇല്ലാത്ത സാഹചര്യത്തിൽ പൊടുന്നനെ കഴിഞ്ഞ 3 ദിവസമായിട്ട് നിയമസഭയുടെ വെല്ലിലിറങ്ങുകയും അതിലുപരിയായിട്ട് നിയമസഭയിൽ സ്പീക്കർക്ക് MLA-മാരെ കാണാൻ പറ്റാത്ത രീതിയിൽ ബാനറുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനാധിപത്യത്തിൽ ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള നിയമവിരുദ്ധമായ നടപടികൾ സ്വീകരിച്ച MLA-മാരോട് വസംവരാണെന്നുണ്ട് കേരളത്തിലെ നിയമസഭാ സ്പീക്കർ കാണിച്ചത് വലിയൊരു ആത്മസംയമനമാണ്. ഇന്നിപ്പം ട്രഷറി ബെഞ്ചിൽ നിന്നും ഈ 3 MLA-മാരെ പാർലമെന്റ് കാര്യമന്ത്രി MP രാജേഷ് സസ്പെൻഷൻ നടത്തണമെന്ന് ആവശ്യപ്പെട്ടത് ഏകകണ്ഠേന അത് പാസ്സാക്കുകയും സ്പീക്കർ അംഗീകരിക്കുകയും ചെയ്തു. അത് വാസംബരാണെന്നുള്ള കേരളം പോലുള്ള നിയമസഭയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ നിയമത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ഇവരെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത് അനിവാര്യമായ നടപടി. അത് മാത്രമേ ഇന്ന് അവിടെ നടന്നിട്ടുള്ളൂ. പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശബരിമല സ്വർണ്ണപ്പാളി കാണാൻ പോയിട്ട് വിഷയങ്ങൾ ചർച്ചയ്ക്ക് ഇതുവരെ ഈ പ്രതിപക്ഷം തയ്യാറായിട്ടുള്ളതാണ്. എന്തുകൊണ്ട് തന്നെ തയ്യാറാത്തത്? അത് വല്ലാത്തൊരു ചോദ്യം തന്നെയാണ്. കാരണം അവർക്ക് അവരുടെ ഭാഗത്തുനിന്നുണ്ടായ എന്തെങ്കിലും വീഴ്ച കൊണ്ടാണോ ഈ സുബ്രഹ്മണ്യം അല്ല ഈ പോറ്റി ഈ രീതിയിലുള്ള പ്രവൃത്തി ചെയ്തത് എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിലുണ്ട്. മാധ്യമങ്ങളും അത് ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ ഈ പ്രതിരോധങ്ങൾ എന്നുള്ളവരാണ് നമ്മൾ സംശയിക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് നിയമസഭ പോലുള്ള ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വേദിയിൽ എന്തുകൊണ്ടാണ് ഈ പ്രതിപക്ഷം അതിന് തയ്യാറാത്തത്? അവർ ചർച്ച ചെയ്യാനായിട്ട് തയ്യാറാവണമെങ്കിൽ ഭരണപക്ഷം അത് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അത് മുഖ്യമന്ത്രി തന്നെ പലതവണ പറഞ്ഞു, മന്ത്രിമാര് പറഞ്ഞു. പക്ഷെ എന്നിട്ട് ഇവർ ചർച്ച ചെയ്യാതെ കണ്ട് ചോദ്യോത്തരവേളകൾ അസാധാരണമായ രീതിയിൽ ചോദ്യോത്തരവേളകൾ തടസ്സപ്പെടുത്തുക, നിയമസഭയുടെ ബെല്ലിറങ്ങി സ്പീക്കറെ അദ്ദേഹത്തിന് MLA-മാരെ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം മുൻ ധനമന്ത്രി KM മാണിയുടെ ബജറ്റ് പ്രസംഗത്തിനിടെ നടന്ന അക്രമം നമ്മൾ കണ്ടതാണ്. അതിൽ മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവർ പ്രതിപട്ടികയിൽ വന്നിരുന്നു. ഡയസിന് മുകളിൽ കയറി കമ്പ്യൂട്ടറും സിസ്റ്റവും അവിടെയുള്ളതെല്ലാം സകലതും നശിപ്പിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അല്ല, ഞാൻ ഇതിനു മുമ്പ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞത് ഈ ഇടതുപക്ഷ LDF സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. അല്ലാണ്ട് നിയമസഭയിലെ MLA-മാരെ സസ്പെൻഷനിലേക്ക് നിർത്തുന്നത് പതിവായിട്ടുള്ള കാര്യങ്ങൾ എത്രയോ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിപ്പം ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലത്തും കെ.കരുണാകരൻ ഭരിക്കുന്ന കാലത്തൊക്കെ നിയമസഭാംഗങ്ങളെ സസ്പെൻഷൻ നിർത്തുന്ന ചരിത്രങ്ങൾ പലതുണ്ട്. ഞാൻ പറഞ്ഞു ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. പോകാനുള്ള കാരണം അങ്ങനെയുള്ള ആരോപണങ്ങളിലൊന്നും അവരുടെ കയ്യിൽ കിട്ടാത്തതുകൊണ്ടാണ്. അവർ നിസ്സഹായരാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ നിയമസഭയിൽ അതിന്റെ 3 ദിവസമായിട്ട് ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങള് ജനങ്ങൾക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തുന്നിടത്തെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് നിയമസഭയുടെ പ്രസക്തിയെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് കാണിച്ച അങ്ങേയറ്റം നിയമവിരുദ്ധമായ നടപടികൾ വരുമ്പോൾ അവരെ സസ്പെൻഷനിലേക്ക് നിർത്താനായിട്ട് നിർബന്ധിതമാകും. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഈ സർക്കാർ ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ട് അവർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല? അവർ ചർച്ചയ്ക്ക് തയ്യാറാകട്ടെ. അവർക്ക് ചർച്ച ചെയ്യാനുള്ള വേദികളുണ്ടോ? സബ്മിഷൻ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാം. ഇതൊന്നും അവതരിപ്പിക്കാതെ കൊണ്ട് അവരൊരു സ്വയം പ്രതിരോധത്തിലേക്ക് നീങ്ങുന്ന രീതിയിലാണ് ഇപ്പൊ കാണുന്നത്. എവിടെയോ എന്തോ അവരുടെ ഭാഗത്തു നിന്ന് മറയ്ക്കാനുള്ള പോലെയാണ് തോന്നുന്നത്. അതെന്താണെന്നുള്ളവരാണ് ഇനി കേരളം ചിന്തിക്കേണ്ടത്. ഗവൺമെന്റ് ഓഫ് കേരള അത് അന്വേഷണത്തിന്റെ പാത തുറന്നു കഴിഞ്ഞു. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം SIT രൂപീകരിച്ച ആ ഉദ്യോഗസ്ഥന്മാരിപ്പം അന്വേഷണത്തിന്റെ ആദ്യപടി തന്നെ അവർ തുടർന്നു കഴിഞ്ഞു. അതുകൂടാണ്ട് തന്നെ ഒരു ഉദ്യോഗസ്ഥനെ കേരള ദേവസ്വം ബോർഡ് സസ്പെൻഷനിലേക്ക് നിർത്തിയിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതുപോലെയൊക്കെ ചടുലമായ ആക്ഷൻസ് എടുത്ത ഒരു സർക്കാരിനെ ഈ വിഷയം ചർച്ച ചെയ്യാതെ കണ്ട് നിയമസഭ സ്തംഭിപ്പിക്കുക എന്ന് പറയുന്നത് അവർക്കെന്തോ മറക്കാനുള്ള പോലെ തന്നെയാണ്. അതാണ് ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാകാത്തൊരു കാര്യം. അതുകൊണ്ട് നെല്ലും പതിരും തിരിച്ചറിഞ്ഞ് എന്താണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ശബരിമല വിഷയം എന്താണെന്നുള്ളത് ജനം അറിയട്ടെ, അന്വേഷണത്തിലൂടെ സത്യങ്ങൾ പുറത്തു വരട്ടെ. അപ്പോൾ പ്രതിപക്ഷ നേതാവിനും കൂട്ടർക്കും ചില കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പൊ സംശയപരമായ രീതിയിൽ നമുക്ക് വീക്ഷിക്കാൻ പറ്റുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.